ഡൽഹിയിൽ നടക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെ മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാലിനെതിരെ കടുത്ത സൈബർ ആക്രമണം. അസഭ്യവർഷവും വിദ്വേഷ കമന്റുകളും സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ്. മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പേജിലും കമന്റുകൾ നിറയുന്നു. മോഹൻലാൽ മകളെ രാജ്യദ്രോഹികൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വിടരുതെന്നും ഇതുപോലെ സംസാരിച്ച പൃഥ്വിരാജിന് എന്ത് സംഭവിച്ചുവെന്ന് അച്ഛനോട് സമയം കിട്ടുമ്പോൾ ചോദിച്ചാൽ മതിയെന്നുമാണ് വിസ്മയയ്ക്ക് നേരെ ഉയരുന്ന ആക്രമണം. ഡൽഹിയിൽ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന CJPയുടെ നേതൃത്വത്തിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനെതിരായ പോലീസ് നടപടികളിൽ അതിശക്തമായ ഭാഷയിലാണ് വിസ്മയ മോഹൻലാൽ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. രാജ്യത്ത് സമാധാനപരമായി പ്രതിഷേധം നടത്തുമ്പോൾ ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത് എന്നുള്ള ചോദ്യമാണ്. അതും ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഇങ്ങനെയാണോ നടക്കേണ്ടത് എന്നുള്ള ചോദ്യമാണ് വിസ്മയ മോഹൻലാൽ ചോദിച്ചത്. ഈ ചോദ്യത്തിന് പിന്നാലെ കടുത്ത സൈബർ ആക്രമണമാണ് വിസ്മയ മോഹൻലാലിനെതിരെ നടക്കുന്നത്. വിസ്മയ മാത്രമല്ല, ടൊവിനോ തോമസ്, പാർവതി തിരുമോത്ത്, ഹിന്ദിയിൽ നിന്ന് സോനാക്ഷി സിൻഹ, പ്രകാശ് രാജ് എന്ന നടൻ ഉൾപ്പെടെ ഡൽഹിയിൽ പോയി അവിടെയുള്ള പ്രക്ഷോഭത്തിന് അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വിസ്മയ മോഹൻലാലിനെതിരെ ശക്തമായ സൈബർ അറ്റാക്കാണ് സംഭവിക്കുന്നത്. പലരും ചോദിക്കുന്ന ചോദ്യം, പ്രത്യേകിച്ച് രാജ്യം ഭരിക്കുന്ന പാർട്ടിക്കെതിരായ വിമർശനം ഉന്നയിക്കുമ്പോൾ ഈ പാർട്ടിയെ അനുകൂലിക്കുന്നവർ തന്നെയാണ് വിസ്മയക്കെതിരെ സംസാരിക്കുന്നത്. ഇവിടെ കേരളത്തിൽ PSC റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ഇവിടെ പല രീതിയിലുമുള്ള പ്രതിഷേധങ്ങൾ നടന്നപ്പോൾ എന്തുകൊണ്ട് ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പല രീതിയിലുമുള്ള ഭീഷണികൾ, വിരട്ടലുകൾ, അധിക്ഷേപങ്ങൾ, വ്യക്തിഹത്യകളാണ് വിസ്മയക്കെതിരെ സൈബർ മീഡിയയിൽ നടക്കുന്നത്. അതും അതിരുവിട്ടാണ് പോകുന്നത് എന്നത് പറയാതിരിക്കാൻ കഴിയില്ല. മോഹൻലാലിനോട് പറയണം, പ്രത്യേകിച്ച് മകളെ ഇതുപോലെ രാജ്യവിരുദ്ധർക്ക് ഒപ്പമായിട്ട് സംസാരിക്കാൻ വിടരുതെന്ന് മോഹൻലാൽ അറിയണമെന്നതുൾപ്പെടെ മോഹൻലാലിനെതിരെയും ശക്തമായ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. മോഹൻലാലിൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോയിട്ട് വരെ വിസ്മയയുടെ ഈ ഒരു നിലപാടിനെതിരായിട്ട് പോലും ഇവർ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കടുത്ത സൈബർ അറ്റാക്കാണ് വിസ്മയക്കെതിരെ നടക്കുന്നത്. വിസ്മയ ആദ്യമായിട്ട് നായികയായി എത്തുന്ന സിനിമയായ തുടക്കം അടുത്ത മാസം 7-ാം തീയതി റിലീസ് ചെയ്യാനിരിക്കുകയാണ്. ആ സിനിമ ബഹിഷ്കരിക്കും, ആ സിനിമ പരാജയപ്പെടുത്തും എന്നതുവരെ ഈ നിലപാട് പറഞ്ഞതിൻ്റെ പേരിൽ വിസ്മയ മോഹൻലാലിനെതിരെ കടുത്തമായ സൈബർ ആക്രമണമാണ് നടക്കുന്നത്. വേറെ ചില വെല്ലുവിളികൾ ഉൾപ്പെടെയുണ്ട്. പ്രത്യേകിച്ച് എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് നടത്തിയ വിവാദങ്ങളൊക്കെ തന്നെ കേരളം മറന്നിട്ടുണ്ടാവില്ല. ആ സമയത്ത് പൃഥ്വിരാജ് അനുഭവിച്ചത് എന്താണെന്ന് മോഹൻലാലിനോട്, അതായത് അച്ഛനോട് ചോദിച്ചാൽ മതി എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മകൾ വാ തുറക്കില്ല എന്നതുൾപ്പെടെയുള്ള വലിയ രീതിയിലുള്ള അധിക്ഷേപങ്ങളും സൈബർ അറ്റാക്കുകളുമാണ് വിസ്മയക്കെതിരെ സംഭവിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തിൽ ടൊവിനോ തോമസ് അനുകൂലിച്ച് CJPയുടെ പ്രൊട്ടസ്റ്റിന് അനുകൂലിച്ചുകൊണ്ട് സംസാരിച്ചിരുന്നു. പല താരങ്ങളും ഉൾപ്പെടെ പോലീസിൻ്റെ ഈ ഹീനമായ പ്രവൃത്തിക്കെതിരെ സംസാരിക്കുകയും ചെയ്തിരുന്നു. അവർക്കെതിരെയും ഒക്കെ തന്നെ സൈബർ അറ്റാക്കുകളുണ്ട്. എന്നാൽ വിസ്മയക്കെതിരെ സംസാരിക്കുന്നത്, വിസ്മയ ഇതിനു മുമ്പ് ഒരു തരത്തിലുമുള്ള ദേശീയ വിഷയത്തിൽ പോലും സംസാരിക്കാത്ത വിസ്മയ എന്തുകൊണ്ട് തൻ്റെ സിനിമ റിലീസിൻ്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് 2 ആഴ്ചയും കൂടിയുള്ളൂ ആ സിനിമ റിലീസ് ചെയ്യാൻ, ആ ഘട്ടത്തിൽ ഇതുപോലുള്ള പ്രൊമോഷണൽ സ്ട്രാറ്റജിക്ക് വേണ്ടി മാത്രമായിട്ട് സംസാരിക്കുകയാണ്, അല്ലാതെ ഇതൊന്നും മനസ്സിൽ തൊട്ട് പറയുന്നതല്ല എന്നുൾപ്പെടെയുള്ള വിമർശനങ്ങൾ വിസ്മയക്ക് നേരെ ഉയരുന്നൊരു സാഹചര്യമുണ്ട്. എന്തായാലും മോഹൻലാലിനെതിരെയും കടുത്ത സൈബർ അറ്റാക്ക് നടക്കുന്നുണ്ട്. മോഹൻലാൽ എന്ന നടനെ ആദരിച്ചിട്ടുണ്ട് ഈ സർക്കാർ ദേശീയ തലത്തിൽ. എന്നിട്ടാണ് മകൾ ഇതുപോലെ സംസാരിക്കുന്നത് എന്നതും, രാജ്യദ്രോഹികൾക്ക് വേണ്ടി എന്തിനാണ് മോഹൻലാലിന്റെ മകൾ സംസാരിക്കുന്നത് എന്നത് ഉൾപ്പെടെയുള്ള വിമർശനങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.